നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. നോർവേ ചെസ്സിന്റെ 8ാം റൗണ്ടിൽ മാഗ്നസ് കാൾസനും പ്രഗ്നാനന്ദയും തമ്മിൽ ഇന്നലെ നടന്ന ഗെയിമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിമിൽ കാൾസൺ വൈറ്റ് സൈഡും പ്രഗ്നാനന്ദ ബ്ലാക്ക് സൈഡും കളിക്കുന്നത്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E6 മൂവ് ചെയ്യുന്നു. ഫ്രഞ്ച് ഡിഫൻസ് ആണ്. വൈറ്റ് D4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് D5 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ എക്സ്ചേഞ്ച് വേരിയേഷനിലേക്ക് പോകുന്നില്ല. പകരം E5 മൂവ് ചെയ്തുകൊണ്ട് അഡ്വാൻസ് വേരിയേഷൻ സെലക്ട് ചെയ്യുന്നു. വൈറ്റിന്റെ ഈ പോൺ ചെയിൻ ഇല്ലാതാക്കുന്നതിനായിട്ട് ബ്ലാക്ക് അടുത്തൊരു എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാണ്. C5 മൂവ്കൊണ്ട് ബാക്ക്വേർഡ് പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് C3 മൂവ്കൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ബ്ലാക്ക് നൈറ്റിനെ C6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഈ മൂവുകളെല്ലാം പ്രഗ്നാനന്ദ വളരെ വേഗത്തിലാണ് ചെയ്യുന്നത്. ഇത്രയും മൂവുകൾക്ക് 1 മിനിറ്റിൽ താഴെ എടുത്തിട്ടുള്ളൂ. എന്നാൽ കാൾസൺ വളരെ ശ്രദ്ധയോടെയാണ് ഓരോ മൂവും ചെയ്യുന്നത്. ഇത്രയും മൂവുകൾക്ക് 5 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. ഇവിടെ സാധാരണയായിട്ട് ബിഷപ്പിനെ D7ലേക്കോ അല്ലെങ്കിൽ ക്വീനെ B6ലേക്കോ അതുമല്ലെങ്കിൽ നൈറ്റിനെ E7ലേക്കോ ഡെവലപ്പ് ചെയ്യുകയാണ് ബ്ലാക്കിന്റെ മെയിൻ മൂവ്. പ്രഗ്നാനന്ദ ഇവിടെ ഒരു സർപ്രൈസ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ മെയിൻ മൂവുകളൊന്നും ചെയ്യുന്നില്ല. പകരം നൈറ്റിനെ H6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഈ മൂവും വളരെ വേഗത്തിലാണ് പ്രഗ്നാനന്ദ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ സാധാരണ പ്ലേയേഴ്സ് തമ്മിലുള്ള മത്സരമാണെങ്കിൽ ഉറപ്പായിട്ടും ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ട് എടുത്തുകൊണ്ട് ബ്ലാക്കിന്റെ ഈ പോൺ സ്ട്രക്ചർ വീക്കാക്കാനായിരിക്കും വൈറ്റ് ഇവിടെ ശ്രമിക്കുന്നത്. എന്നാൽ ഈ എക്സ്ചേഞ്ചിന് ശേഷം ഈ G5 ഓപ്പൺ ചെയ്തുകൊണ്ട് റൂക്ക് വെച്ച് ഒരു അറ്റാക്കാകും പ്രഗ്നാനന്ദ ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കാൾസൺ ഒരു 15 മിനിറ്റോളം ആലോചിച്ച ശേഷമാണ് അടുത്ത മൂവ് ചെയ്യുന്നത്. നൈറ്റിനെ A3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് സെൻട്രൽ പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ്. പോൺ വെച്ച് പോണിട്ടുകൊണ്ട് ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. വൈറ്റ് പോൺ വെച്ച് തിരിച്ചിട്ടുന്നു. അടുത്തതായി ബ്ലാക്ക് വൈറ്റിന്റെ ഈ സെന്ററിലെ പോണുകളെ ടാർഗറ്റ് ചെയ്യാണ്. ആദ്യം F6 മൂവ് ചെയ്തുകൊണ്ട് E5 പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. പോൺ വെച്ച് പോണിട്ടുന്നു. ബ്ലാക്ക് ക്വീന് വെച്ച് തിരിച്ചിട്ടുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന്റെ ക്വീനെതിരെ ബിഷപ്പ് വെച്ച് ഇങ്ങനെ ഒരു അറ്റാക്ക് കൊടുക്കാമെങ്കിലും അതുകൊണ്ട് വലിയ ഉപയോഗമൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം ഇപ്പോൾ ബിഷപ്പ് വെച്ച് ക്വീനെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ ബ്ലാക്കിന് ക്വീനെ അടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല. പകരം ബിഷപ്പ് വെച്ച് ഇങ്ങനൊരു ചെക്ക് കൊടുത്താൽ മതി. ഇപ്പോൾ എന്തായാലും ആ ബിഷപ്പ് വെച്ച് തന്നെ ബ്ലോക്ക് ചെയ്യേണ്ടി വരും. അല്ലാതെ നൈറ്റ് വെച്ച് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ബിഷപ്പ് നഷ്ടപ്പെടും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ അറ്റാക്കിലേക്ക് പോകുന്നില്ല. ആദ്യം കാസിൻ ചെയ്തുകൊണ്ട് കിങ്ങിനെ സേഫാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം ബിഷപ്പിനെ D3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് കാസ്ലിങ്ങിന് ശ്രമിക്കുന്നു എന്ന് മനസ്സിലായിക്കൊണ്ട് ബ്ലാക്ക് അത് തടയാൻ ശ്രമിക്കുകയാണ്. ആദ്യം ബിഷപ്പിനെ B4ലേക്ക് കൊണ്ടൊന്ന് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് ബിഷപ്പ് വെച്ച് ആ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഇതോടെ ബ്ലാക്കിന് ഇവിടെ ഒരു പോൺ ലാഭം നേടിയെടുക്കാൻ അവസരം കിട്ടിയിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഈ D4 പോണിനെതിരെ 2 അറ്റാക്കുണ്ട്. എന്ന് വെച്ച് ഇപ്പോൾ തന്നെ നൈറ്റ് വെച്ച് ആ പോൺ എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ബിഷപ്പിനുള്ള സപ്പോർട്ട് നഷ്ടപ്പെടും. എന്നാൽ ഇവിടെ ബിഷപ്പ് വെച്ച് ബിഷപ്പിനോട്ടാണെങ്കിൽ ക്വീനെ വെച്ച് തിരിച്ചോട്ടും. അതിനുശേഷം ബ്ലാക്കിന് ഈ പോണെ നേടിയെടുക്കാൻ പറ്റില്ല. കാരണം ഈ ബിഷപ്പിനെ മാറ്റിക്കൊണ്ട് ഒരു ഡിസ്കവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മറ്റൊരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ട് എടുക്കുന്നു. വൈറ്റ് പോണെ വെച്ച് തിരിച്ചോട്ടുന്നു. അതിനുശേഷം ആ പോണെ നേടിയെടുക്കുകയാണ്. നൈറ്റ് വെച്ച് പോണെടുക്കുന്നു. വൈറ്റ് നൈറ്റ് വെച്ച് നൈറ്റിനോട്ടുന്നു. ബ്ലാക്ക് ക്വീനെ വെച്ച് തിരിച്ചിട്ടുന്നു. ഇവിടെ ഇപ്പോഴും ബ്ലാക്കിൻ്റെ ഈ ബിഷപ്പ് ബ്ലോക്ക് ആയിട്ടുള്ളതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ആ ഡിസ്കവറി ചെക്കിലേക്ക് പോകാൻ പറ്റാത്തത്. എന്നാൽ കാൾസൺ വളരെ തന്ത്രപരമായിട്ട് ആ ബിഷപ്പിനോടൊന്ന് മാറ്റിയാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ട് എടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ ശ്രദ്ധിക്കാതെ പോൺ വെച്ച് ആ ബിഷപ്പിനോട്ട് എടുക്കുകയാണെങ്കിൽ ഈ ബിഷപ്പിനെ മാറ്റിക്കൊണ്ട് ഇങ്ങനെ ഒരു ചെക്ക് കൊടുക്കുകയും ക്വീനെതിരെ ഡിസ്കവറി അറ്റാക്ക് കൊടുത്തുകൊണ്ട് ആ ക്വീനെ നേടിയെടുക്കുകയാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. എന്നാൽ കാൾസൻ്റെ ഈ മൂവ് ഉൾപ്പെടെ ഇതുവരെയുള്ള എല്ലാ മൂവുകൾക്കും എങ്ങനെ പ്രതികരിക്കണമെന്ന വ്യക്തമായ തയ്യാറെടുപ്പോടു കൂടിയാണ് പ്രഗ്നാനന്ദ വന്നിരിക്കുന്നത്. കാരണം ഇത്രയും മൂവുകൾ ചെയ്യാൻ കാൾസൺ 1 മണിക്കൂർ കൂടുതൽ സമയമെടുത്തപ്പോൾ പ്രഗ്നാനന്ദ 10 മിനിറ്റ് പോലും തികച്ചെടുത്തിട്ടില്ല. ഈ മൂവിനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ മറുപടി കൊടുക്കുകയാണ്. ഇപ്പോൾ തന്നെ പോൺ വെച്ച് ബിഷപ്പിനോട്ടുന്നില്ല. ആദ്യം ക്വീനെടുത്ത് മാറ്റാണ്. ക്വീനെ C3ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ഈ അറ്റാക്കുള്ള ബിഷപ്പിനെ തന്നെ തിരിച്ചുകൊണ്ടുവന്ന് ചെക്ക് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ക്വീനെ വെച്ച് അടുത്ത ബിഷപ്പിനെ ഇട്ടെടുത്തുകൊണ്ട് ഈ കാസ്റ്റിംഗ് തടയാൻ കഴിയും. അല്ലാതെ ക്വീനെ വെച്ച് ബ്ലോക്ക് ആണെങ്കിൽ ഒരു ചെക്കോട് കൂടി ഈ റൂക്കിനെ ഇട്ടെടുക്കാം. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഈ 2 മൂവിലേക്കും പോകുന്നില്ല. പകരം കിങ്ങിനെ ചെക്കിൽ നിന്ന് മാറ്റാണ്. കിങ്ങിനെ F1ലേക്ക് മൂവ് ചെയ്യുന്നു. അതിനുശേഷം ബ്ലാക്ക് ആ നഷ്ടപ്പെട്ട നൈറ്റിന് പകരം ബിഷപ്പിനെ തിരിച്ചിട്ടെടുക്കുന്നു. വൈറ്റ് റൂക്കിനെ C1ലേക്ക് കൊണ്ടുവന്ന് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിൽ ഇവിടെ ഒരു പോണിനെ കൂടെ ലാഭം നേടിയെടുക്കാം. എന്നാൽ പ്രഗ്നാനന്ദ ഇപ്പോൾ ക്വീനെ വെച്ച് പോണിനോട് എടുക്കുന്നില്ല. ഒരു 40 മിനിറ്റോളം ആലോചിച്ച ശേഷമാണ് അടുത്ത മൂവ് ചെയ്യുന്നത്. ക്വീനെ E5ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ഒരു പോൺ കുറവാണെങ്കിലും
വൈറ്റിന് വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ വൈറ്റ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ H1 റൂക്കാണ്. ആ റൂക്കിന് ഇപ്പോൾ ഗെയിമിലേക്ക് വരാൻ യാതൊരു വഴിയുമില്ല. കാൾസൺ ആ റൂക്കിനെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനോട് ആദ്യം G3 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ D7 ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് കിങ്ങിനെ G2 മൂവ് ചെയ്തുകൊണ്ട് റൂക്കിനെ ഫ്രീ ആക്കുന്നു. ഈ സമയത്ത് ബ്ലാക്ക് കിങ്സിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. വൈറ്റ് ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ റൂക്കിനെ E1 കൊണ്ടുവരുന്നു. ബ്ലാക്ക് ഇപ്പോൾ ഈ C7 സ്ക്വയർ കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ ക്വീനെ ഈ ഡയഗണിലേക്ക് വേറെ എങ്ങോട്ടെങ്കിലും മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ വൈറ്റിന് ഒരു ചെക്കോടുകൂടി ക്വീനെ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ അവസരം കിട്ടാം. അതുകൊണ്ട് ഈ ഡയഗണിലേക്കുള്ള കൺട്രോൾ വിട്ടുകൊടുത്തുകൊണ്ട് ബ്ലാക്ക് ക്വീനെ തിരിച്ചുകൊണ്ടുപോയാണ് ക്വീനെ G7 കൊണ്ടുവരുന്നു. ഇപ്പോൾ കാൾസൻ്റെ എല്ലാ പീസുകളും അറ്റാക്കിന് റെഡി ആയിട്ടുണ്ട്. കാൾസൺ വേഗം തന്നെ ഒരു അറ്റാക്ക് പ്ലാൻ ചെയ്യാണ്. ആദ്യം റൂക്കിനെ C7 കൊണ്ടുവന്ന് ബിഷപ്പിനെ പിൻ ചെയ്യുന്നു. ഇനി ഈ പിൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അടുത്ത മൂവിൽ റൂക്ക് വെച്ച് E6 പോയിന്റ് എടുക്കാനാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. ബ്ലാക്ക് അത് തടയാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് റൂക്കിനെ F7 കൊണ്ടുവരുന്നു. ഇത് ഒരു ഡിഫെൻസീവ് മൂവ് മാത്രമല്ല, ഒരു അറ്റാക്കിംഗ് മൂവ് കൂടെയാണ്. അതായത് ഇനി അടുത്ത മൂവിൽ A8 റൂക്ക് കൂടെ F5 വരുന്നതോടെ ഈ F2 അറ്റാക്ക് കൂടുതൽ സ്ട്രോങ് ആകും. അതുകൊണ്ട് കാൾസൺ അഡ്വാൻസ് ആയിട്ട് ആ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. F4 മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ഈ G3 പോൺ പിന്നിങ്ങിലാണെന്ന് കരുതി ബ്ലാക്കിന് റൂക്ക് വെച്ച് ഈ F4 പോൺ വെട്ടിയെടുക്കാൻ പറ്റില്ല. അങ്ങനെ വെട്ടിയെടുക്കുകയാണെങ്കിൽ വൈറ്റിന് ആദ്യം റൂക്ക് വെച്ച് ഈ ബിഷപ്പിന് ഇട്ടെടുത്തുകൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കാം. ഈ H7 സ്ക്വയറിലേക്ക് ബിഷപ്പിനും കൺട്രോൾ ഉള്ളതുകൊണ്ട് ഈ ക്വീനിന് ഇപ്പോൾ വേറെ എങ്ങോട്ടെങ്കിലും മാറാൻ പറ്റില്ല. ക്വീന് വെച്ച് ആ റൂക്കിന് ഇട്ടെടുക്കേണ്ടി വരും. ആ സമയത്ത് വൈറ്റിനും പോൺ വെച്ച് റൂക്കിന് ഇട്ടെടുക്കാം. ഇതോടെ ബ്ലാക്കിന് ഒരു പീസ് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ തന്നെ ഈ അറ്റാക്കിലേക്ക് പോകുന്നില്ല. പകരം അടുത്ത റൂക്കിനെ കൂടെ F8 കൊണ്ടുവരുന്നു. ഇനി വേണമെങ്കിൽ ബ്ലാക്കിന് റൂക്ക് വെച്ച് ഈ F4 പോയിന്റ് എടുക്കാം. ആ സമയത്ത് നേരത്തെ കണ്ടപോലെ റൂക്ക് വെച്ച് ബിഷപ്പിനെ എടുത്താലും പ്രശ്നമില്ല. ആദ്യം റൂക്കിനെ F2 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നതോടൊപ്പം ആ റൂക്കിനെ അറ്റാക്കിൽ നിന്നും ഒഴിവാക്കാം. അതിനുശേഷം ക്വീൻ വെച്ച് ആ റൂക്കിനെ എടുത്താൽ മതി. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് വൈറ്റ് അഡ്വാൻസ് ആയിട്ട് കിങ്ങിനെ ഈ ഫയലിൽ നിന്ന് മാറ്റാണ്. കിങ്ങിനെ H1 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ബിഷപ്പിനെ E8 മൂവ് ചെയ്തുകൊണ്ട് ഒരു റൂക്ക് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. വൈറ്റ് റൂക്ക് വെച്ച് റൂക്കിനുണ്ടെന്നു. ബ്ലാക്ക് ബിഷപ്പ് വെച്ച് തിരിച്ചിട്ടുന്നു. ഇവിടെ ഇപ്പോൾ ബിഷപ്പ് വെച്ച് വിട്ടുന്നതിന് പകരം ഈ റൂക്ക് വെച്ചാണ് ഇട്ടിരുന്നെങ്കിൽ ഈ E6 പോണിന് സപ്പോർട്ട് ഇല്ലാതാകുമായിരുന്നു. അതുപോലെ തന്നെ ആ പോണിനോട് സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് ക്വീന് വെച്ച് വിട്ടിയാലും വൈറ്റിന് ക്വീനെ G4 കൊണ്ടുവന്ന് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് കൊടുത്തുകൊണ്ടും ആ പോണിനെ നേടിയെടുക്കാൻ അവസരമുണ്ട്. ആ പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ റൂക്ക് വെച്ച് ഇട്ടുന്നതിന് പകരം ബിഷപ്പ് വെച്ച് റൂക്കിനായിട്ട് എടുത്തത്. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ പീസുകളെല്ലാം കിങ്ങിനെ കവർ ചെയ്തുകൊണ്ട് പരസ്പരം സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ പീസുകളെ ഓവർലോഡ് ചെയ്യിക്കുന്നതിനായിട്ട് കാൾസൺ ഇവിടെ ഒരു ബാറ്ററി ക്രിയേറ്റ് ചെയ്യുകയാണ്. ക്വീനെ കൂടെ C2 കൊണ്ടുവന്ന് F7 അറ്റാക്ക് സ്ട്രോങ് ആക്കുന്നു. ഈ ബാറ്ററി വന്നതോടെ ഇപ്പോൾ എന്തായാലും ബ്ലാക്കിൻ്റെ ക്വീനിന് ഇവിടെ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ബിഷപ്പിനും എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ ബിഷപ്പ് ഉപയോഗിച്ച് ഈ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ E6 പോണിന് സപ്പോർട്ട് ഇല്ലാതാകും. അതുകൊണ്ട് തന്നെ റൂക്ക് വെച്ച് ആ പോണിനെ ഇട്ടെടുക്കാം. എന്നാൽ കാൾസൻ്റെ ഈ എല്ലാ പ്ലാനിങ്ങുകളും തകർക്കുന്നൊരു മൂവാണ് അടുത്തായിട്ട് പ്രജ്ഞാനന്തയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. പ്രജ്ഞാനന്ദ ഇപ്പോൾ ആ E6 പോണിനെ സംരക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം ബിഷപ്പിനെ H5 മൂവ് ചെയ്തുകൊണ്ട് E6 പോണിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇവിടെ പ്രജ്ഞാനന്ദ ഒന്നിലധികം സാക്രിഫൈസുകളാണ് ഉദ്ദേശിക്കുന്നത്. അതായത് വൈറ്റ് ഇപ്പോൾ ഈ പോൺ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത മൂവിൽ റൂക്ക് വെച്ച് F4 പോണിനെ കൂടെ വെട്ടിയെടുത്തുകൊണ്ട് ആ റൂക്കിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുകയാണ് പ്രധാന ഉദ്ദേശം. വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത രണ്ട് മൂവിൽ ചെക്ക്മേറ്റ് ആണ്. ആദ്യം ബിഷപ്പ് F3 ഒന്ന് ചെക്ക് വരും. വേറെ ഓപ്ഷനൊന്നുമില്ല. ക്വീൻ വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ആ സമയത്ത് ക്വീൻ വെച്ച് ക്വീനിട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആകും. അങ്ങനൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ബ്ലാക്ക് ഇപ്പോൾ ഒരു പോണിനെ സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്കിൻ്റെ പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വൈറ്റും കളിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം കിങ്ങിനെ G2 മൂവ് ചെയ്യുന്നു. ഇതോടെ വീണ്ടും ഇവിടെ ഒരു പിൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ബ്ലാക്ക് അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ആദ്യം റൂക്ക് വെച്ച് F4 പോൺ എടുക്കുന്നു. ഈ പോൺ പിന്നിങ്ങിലായത് കാരണം ഇപ്പോൾ പോൺ വെച്ച് റൂക്കിന് ഇട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം ക്വീനെ C8 കൊണ്ടുവന്ന് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് റൂക്ക് വെച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്ത ശേഷം ക്വീന് വെച്ച് ആ E6 പോണിനെ വെട്ടിയെടുക്കുന്നു.
ഇപ്പോൾ വീണ്ടും ചെക്കാണ്. ബ്ലാക്ക് കിങ്ങിനെ ചെക്കിൽ നിന്നും H8ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് റൂക്കിനെ F1ലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ഒരു റൂക്ക് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ഇത്തവണ ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. റൂക്ക് വെച്ച് റൂക്കിനെ ഇട്ടുന്നു, വൈറ്റ് ബിഷപ്പ് വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇവിടെ ബ്ലാക്ക് ബിഷപ്പിനെ F7ലേക്ക് കൊണ്ടുവന്ന് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ക്വീനെ C8ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ആ ചെക്ക് ക്വീനെ വെച്ച് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു പോൺ നഷ്ടപ്പെടും. അതുകൊണ്ട് ബിഷപ്പ് വെച്ച് തന്നെ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ ബിഷപ്പ് പിന്നിങ്ങിലായിട്ടുണ്ട്. കാൾസൺ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അടുത്ത പോണുകളെ ടാർഗറ്റ് ചെയ്യാണ്. ഈ പിൻ നിലനിർത്തിക്കൊണ്ട് തന്നെ ക്വീനെ B8ലേക്ക് കൊണ്ടുവന്ന് A7ലെ പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ആ പോണുകൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. ആദ്യം ക്വീനെ B2ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ചെക്കുമാണ്, ഈ രണ്ട് പോണുകൾക്കെതിരെ അറ്റാക്കുമാണ്. വൈറ്റ് കിങ്ങിനെ ചെക്കിൽ നിന്ന് മാറ്റാണ് H3ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്കിനിപ്പോൾ ഇവിടെ രണ്ട് പോണുകളെ വെട്ടിയെടുക്കാനുള്ള അവസരം ഉണ്ടെങ്കിലും അതിൽ ഏത് പോണിനെ വെട്ടിയെടുത്താലും ഗെയിം അപ്പോൾ തന്നെ അവസാനിക്കും. കാരണം ഇപ്പോൾ ഇതിൽ ഏത് പോണിനെ വെട്ടിയെടുത്താലും ബ്ലാക്കിൻ്റെ ക്വീന് ഈ ഡയഗണിൽ നിന്നും പുറത്തേക്ക് പോകേണ്ടി വരും. ആ സമയത്ത് ക്വീൻ E5ലേക്കൊന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മെറ്റാണ്. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഈ രണ്ട് പോണുകളെയും വെട്ടിയെടുക്കുന്നില്ല. പകരം ഈ ബിഷപ്പിനെ പിന്നിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. കിങ്ങിനെ G7ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് ക്വീനെ C7ലേക്ക് കൊണ്ടൊന്ന് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ബിഷപ്പ് വെച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ കൂടെ D3ലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് ക്വീനെ B6ലേക്ക് കൊണ്ടുവന്ന് ഒരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ഇവിടെ എപ്പോഴും ബോർഡിൻ്റെ സെൻട്രലായിട്ട് ബ്ലാക്കിനൊരു എക്സ്ട്രാ പാസ്ഡ് പോണുണ്ട്. ഇവിടെ ക്വീനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ പാസ്ഡ് പോണിൻ്റെ ആനുകൂല്യം എൻഡ് ഗെയിമിൽ ബ്ലാക്കിന് കിട്ടും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ഈ എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം ക്വീനെ E5ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ക്വീനെ F6ലേക്ക് കൊണ്ടുവന്ന് ആ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നതോടൊപ്പം വീണ്ടും ഒരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. വൈറ്റ് ഇപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം ക്വീനെ C7ലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയി B7ലെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ആ പോണുകൾ സംരക്ഷിക്കുന്നതിനായിട്ട് ബ്ലാക്ക് വീണ്ടും ക്വീനെ B6ലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ ആ മൂവുകൾ ആവർത്തിക്കപ്പെടുകയും ഗെയിം സമനിലയായിട്ട് മാറുകയും ചെയ്യും. ബ്ലാക്കിനാണെങ്കിൽ ഇപ്പോൾ ക്വീനെ B2ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെ ഈ സെറ്റ് സംരക്ഷിക്കാനേ ഉള്ളൂ. എന്നാൽ പ്രഗ്നാനന്ദ ഇവിടെ ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ക്വീനെ B2ലേക്ക് കൊണ്ടുവരുന്നില്ല. പകരം B6 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ അറ്റാക്കിൽ നിന്ന് സംരക്ഷിക്കുന്നതോടൊപ്പം A7ലെ പോണിനെ സാക്രിഫൈസും ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വൈറ്റിൻ്റെ ക്വീന് പിന്നീട് ഗെയിമിലേക്ക് വരാൻ പറ്റില്ല. ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബ്ലാക്കിന് ക്വീനെ F3ലേക്ക് കൊണ്ടുവന്ന് ആ ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കാം. ഇപ്പോൾ ബിഷപ്പിനെതിരെ അറ്റാക്കുമാണ്. പ്രധാനപ്പെട്ട ഇത്രയും സ്ക്വയറുകൾ ബ്ലാക്കിൻ്റെ കൺട്രോളിലാകും. വൈറ്റിനിപ്പോൾ എന്തായാലും ഈ ബിഷപ്പിനെ എങ്ങോട്ടെങ്കിലും മാറ്റേണ്ടി വരും. എങ്ങോട്ട് തന്നെ മാറ്റിയാലും ബ്ലാക്കിനെ കിങ്ങിനെ ഇവിടെ നിന്ന് മാറ്റിയ ശേഷം ബിഷപ്പ് വെച്ച് ഇങ്ങനൊരു ചെക്ക് കൊടുത്തുകൊണ്ട് ഇവിടെ വളരെ നല്ലൊരു അറ്റാക്കിനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ ഈ ബിഷപ്പിനെ ക്വീന് വെച്ച് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചാലും ബിഷപ്പ് വെച്ച് ചെക്ക് കൊടുക്കാനും വളരെ വേഗത്തിൽ ഒരു ചെക്ക്മെറ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ഈ A6ലെ പോണിനെ വെട്ടിയെടുക്കുന്നില്ല. ആദ്യം ഈ ഡയഗണൽ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം A4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് H5 മൂവ് ചെയ്യുന്നു. അതിനുശേഷം A5 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോൺ എടുക്കുകയാണെങ്കിൽ ഈ ഡയഗണൽ ഓപ്പൺ ആകും. അതുകൊണ്ട് തന്നെ വൈറ്റിന് ആ A7ലെ പോൺ എടുക്കാം. അപ്പോൾ നേരത്തെ കണ്ട പോലെ ക്വീന് വെച്ച് ബിഷപ്പിനെതിരെ അറ്റാക്ക് വരികയാണെങ്കിൽ ഈ ഡയഗണൽ ക്ലോസ് അല്ല. അതുകൊണ്ട് തന്നെ ക്വീനെ D4ലേക്ക് കൊണ്ടുവന്ന് ഒരു ചെക്ക് കൊടുത്തുകൊണ്ട് തന്നെ ആ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വൈറ്റ് ഇപ്പോൾ ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആദ്യം ക്വീനെ E6ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ G2ലേക്ക് മൂവ് ചെയ്യുന്നു. അതിനുശേഷം ക്വീനെ E3ലേക്ക് കൊണ്ടുവന്ന് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം B6ലെ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇവിടെ കാൾസൻ്റെ ഭാഗത്തുനിന്നും വളരെ മികച്ചൊരു മൂവരാണ്. കാൾസൺ ഇപ്പോൾ ഈ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പകരം പോൺ വെച്ച് B6ലെ പോണിനെ എടുത്തുകൊണ്ട് ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വൈറ്റിന് ഈ B8 സ്ക്വയർ കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ ക്വീനെ E5ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു ചെക്ക് കൊടുക്കാം. ഇപ്പോൾ ചെക്കുമാണ്. ബ്ലാക്കിൻ്റെ ക്വീൻ ഈ E2ലേക്ക് വന്നുള്ള ചെക്ക് തടയാനും കഴിയും. ബ്ലാക്ക് ഇപ്പോൾ കിങ്ങിനെ ചെക്കിൽ നിന്നും എങ്ങോട്ട് തന്നെ മാറ്റിയാലും വൈറ്റിന് പോണിനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഇനി ബ്ലാക്കിന് ഈ പോണിനെ തടയാൻ കഴിയില്ല.
അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്കും ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം പോൺ വെച്ച് പോണിട്ടൊന്നു, ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചോട്ടൊന്നു. അതിനുശേഷം വൈറ്റ് ബിഷപ്പിനെ അറ്റാക്കിൽ നിന്നും C2ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് H6 മൂവ് ചെയ്യുന്നു. വൈറ്റ് H4 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ പോണുകളെ സ്റ്റോപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് B5 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് ബിഷപ്പിനെ B3ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ക്വീനെ E4ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ രണ്ടുപേർക്കും നല്ല ടൈം പ്രഷർ ഉണ്ടെങ്കിലും ഓരോ മൂവും വളരെയധികം ശ്രദ്ധിച്ചാൽ ചെയ്യേണ്ട മൂവുകളാണ്. അല്ലെങ്കിൽ വളരെ വേഗത്തിൽ ചെക്ക്മേറ്റുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ചെക്കിനെ കിങ്ങിനെ H3ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ക്വീൻ H1ലേക്ക് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റാണ്. എന്നാൽ കാൾസൺ ഇവിടെ കൃത്യമായിട്ടുള്ള മൂവ് തന്നെയാണ് ചെയ്യുന്നത്. കിങ്ങിനെ F2ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് അടുത്ത പോണിനെ കൂടെ മുന്നോട്ട് കൊണ്ടുവരുന്നു. വൈറ്റ് ക്വീനെ കൂടെ D6ലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം ബ്ലാക്ക് ക്വീനെ D4ലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ E2ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ക്വീനെ B2ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ D3ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ കൃത്യസമയത്ത് ബ്ലാക്കിൻ്റെ ബിഷപ്പ് കൂടെ അറ്റാക്കിലേക്ക് വരികയാണ്. ബ്ലാക്ക് ബിഷപ്പിനെ G6ലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ E3ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ക്വീനെ C3ലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ F4ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ ബ്ലാക്കിന് ഒരു ഫോഴ്സ്ഡ് മേറ്റിനുള്ള അവസരം കിട്ടിയിരിക്കുകയാണ്. ആദ്യം ക്വീനെ D4ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇപ്പോൾ കിങ്ങിന് വേറെ കണ്ടേക്ക് മാറാൻ പറ്റില്ല, F3ലേക്ക് തന്നെ മാറേണ്ടി വരുന്നു. ഈ സമയത്ത് ക്വീനെ D3ലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ഈ ഫോർത്ത് റാങ്കിലേക്കൊന്നും പോകാൻ പറ്റില്ല. അല്ലാതെ നേരത്തെ ഇരുന്ന സ്കോറിലേക്ക് തന്നെ പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ ക്വീന് പോയി ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആകും. അല്ലാതെ ഇപ്പോൾ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ F2ലേക്ക് പോകാം, അല്ലെങ്കിൽ G2ലേക്ക് പോകാം. G2ലേക്ക് പോയാലും ക്വീന് E2ലേക്ക് ഒന്ന് ചെക്ക് കൊടുക്കാൻ അവസരമുണ്ട്. അതുകൊണ്ട് കിങ്ങിനെ F2ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ക്വീനെ D2ലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഈ മൂവ് വന്നതോടെ കാൾസൺ തോൽവി സമ്മതിക്കുകയായിരുന്നു. കാരണം കിങ്ങിന് ഇപ്പോഴും ഈ മുകളിലേക്ക് പോകാൻ പറ്റില്ല. അങ്ങോട്ടേക്ക് പോകുകയാണെങ്കിൽ ബിഷപ്പ് വെച്ച് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആകും. അല്ലാതെ ഇപ്പോൾ F1ലേക്കോ G1ലേക്കോ പോകാം. രണ്ട് സ്കോറിലേക്ക് പോയാലും അടുത്ത 4 മൂവിൽ ചെക്ക് മേറ്റാണ്. F1ലേക്ക് പോകുകയാണെങ്കിൽ ബിഷപ്പ് വെച്ച് ചെക്ക് കൊടുത്തുകൊണ്ട് അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യാം. അല്ലാതെ G1ലേക്ക് പോകുകയാണെങ്കിൽ ക്വീനെ E1ലേക്ക് കൊണ്ടൊന്ന് ചെക്ക് കൊടുക്കാം. ഇപ്പോൾ എന്തായാലും G2ലേക്കോ H2ലേക്കോ മാറേണ്ടി വരും. G2ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ബിഷപ്പ് വെച്ച് ചെക്ക് വരികയും എങ്ങോട്ട് മാറിയാലും അടുത്ത മൂവിൽ തന്നെ ചെക്ക് മേറ്റ് ആകുകയും ചെയ്യും. ഇനിയിപ്പോൾ H2ലേക്ക് മാറിയാലും ക്വീൻ F2ലേക്കൊന്ന് ചെക്ക് വരും. ഇപ്പോഴും ഈ രണ്ട് സ്കോറിലേക്ക് എവിടെയെങ്കിലും മാറാൻ പറ്റുള്ളൂ. H1ലേക്ക് മാറുകയാണെങ്കിൽ ബിഷപ്പ് വെച്ച് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആണ്. ഇനിയിപ്പോൾ H3ലേക്ക് മാറിയാലും ബിഷപ്പ് വെച്ച് ചെക്ക് വരും. ഇപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല, പോൺ വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ആ സമയത്ത് ബിഷപ്പ് വെച്ച് പോണോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആകും. ഇതെല്ലാം മനസ്സിലായിക്കൊണ്ടാണ് ക്വീൻ D3ലേക്ക് ഒന്ന് ചെക്ക് വന്നപ്പോൾ തന്നെ കാൾസൺ തോൽവി സമ്മതിച്ചത്.